നമ്മളിന്ന് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് കാണുന്നത് കേട്ടോ. അതായത് നമ്മളെ ഈ ഡ്രൈ ആയിട്ട് ക്ലൈമറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ വാസ്ലിന്റെ ഇന്റൻസീവ് കെയർ കൊക്കോബ്ലോ ബോഡി മോയ്സ്ചറൈസർ ആണ്. ഈ നമുക്ക് മേത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ടില്ല, വലിഞ്ഞു മുറുകുമ്പോ നമുക്ക് ഒരു സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതേപോലെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ഒരു വാസ്ലിന്റെ വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, വേറെ കുറെ ഫ്ലേവറിൽ വരുന്ന സ്മെല്ല് വ്യത്യാസത്തിലൊക്കെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ആ ഒരു സ്മെല്ലാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വലിയ ബോട്ടിലാണ്, അത്യാവശ്യം നന്നായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഈ സംഭവം കിട്ടുന്നത് കേട്ടോ. നമുക്ക് എടുത്തിട്ടുള്ളത് ആമസോണിനാണ്. ഒറിജിനൽ ശരിക്കും ഇതിന്റെ MRP 475 വരുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് 200-ക്കും 300-ക്കും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ മേടിച്ചാൽ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് മേടിച്ചിട്ടുള്ളത് ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. ഞാൻ പൊതുവെ അങ്ങനെ സോപ്പല്ല യൂസ് ചെയ്യാറ്, ബോഡി ലോഷൻ തന്നെയാണ്. ബോഡി ലോഷൻ അല്ല, ബോഡി വാഷ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് പ്ലമ്മിന്റെ ബോഡി വാഷ് ആണ്. ഇതില് വാനില ആ ഒരു കാരമല ഫ്ലേവർ ആണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതാ ഇങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. നമ്മൾ നോർമലി സോപ്പിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. നല്ല രസമുള്ള കുറച്ച് എനിക്ക് പൊതുവെ എനിക്ക് വാനില ആ ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് അടുത്തത് എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് സൺസ്ക്രീൻ ആണ്. നമ്മൾ എന്തായാലും പുറത്തിറങ്ങുന്ന സമയത്ത് വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഏതാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. SPF ഒരു 30 എങ്കിലും മിനിമം വേണം കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് അക്വലോജിക്കന്റെ ആണ്, ഇല്ലുമിനേറ്റ് പ്ലസ് ഡ്യൂവി സൺസ്ക്രീൻ ആണ്. ഇതിൽ SPF 50 വരുന്നുണ്ട്. അതേപോലെ തന്നെ PA++++, UVA UVB പ്രൊട്ടക്ഷനിലാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ വരുന്നത്. വെയിലത്തിറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുൻപായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു മുഖം ഇങ്ങനെ കൈവാളിക്കുന്നൊക്കെ കുറെ ഒക്കെ മാറ്റാനായിട്ട് ശരിക്കും നല്ലതാണ്. സൺസ്ക്രീൻ ഏതെങ്കിലും എന്താണ് നിങ്ങൾ പുറത്ത സമയത്ത് വെയിലത്ത് പോവാണെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു സ്കിൻ ടിക്സ് ബ്രാൻഡിന്റെ ബോഡി മോയ്സ്ചറൈസർ ആണ്. വിത്ത് SPF ഉണ്ട്. അതിന് SPF ഇല്ലാതെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിൽ SPFന്റെ കാര്യം ഒന്നും പറയില്ല. ഇതിൽ നമുക്ക് SPF ഉണ്ട്, ആ ഒരു സൺ പ്രൊട്ടക്ഷനും കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസറിൽ. ഇതിന് ഭയങ്കര ആ ഒരു എന്താ പറയാ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ഹൈഡ്രേറ്റ് ആൻഡ് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആന്റി ഓക്സിഡന്റ് റിച്ച് ഫോമുലയാണ്, സ്കിന്നെ കാമാകാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ബോഡി മോയ്സ്ചറൈസർ വരുന്നത്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതന്നെ ഈ ഒരു സ്കിൻ ടെക്കിന്റെ തന്നെ ഒരു ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. റൈസ് ആൻഡ് സെറാമൈഡ് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. ഇത് നമുക്ക് ഫേസിലേക്കും ഇത് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് ഫേസിന് അപ്ലൈ ആയിട്ട് കേട്ടോ. നമ്മള് മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന നല്ലതാണ്. അപ്പം ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.